യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ, എല്ലാവരും ഒന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ, ക്രിസ്തുവിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീരുന്നു. യേശുക്രിസ്തുവിനുള്ള സാക്ഷ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയാൻ വന്നവനായിരുന്നു. യോഹന്നാനെ കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയായിരുന്നു: അവൻ വെളിച്ചമായിരുന്നില്ല, അവൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനായിരുന്നു. വെളിച്ചത്തെക്കുറിച്ചുള്ള സാക്ഷ്യമായിരുന്നു യോഹന്നാന്റെ ഉദ്യമം. യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ വ്യക്തികൾ അനവധിയാണ്. ഈ മെസ്സേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുകയാണ്. ഹല്ലേലൂയ. മത്തായി എന്ന സുവിശേഷകൻ യേശുക്രിസ്തുവിന്റെ പുത്രത്വവും ഹല്ലേലൂയ മനുഷ്യത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ, അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ, 3.5 വർഷത്തെ ജീവിതത്തെ ഏറ്റവും വിശാലമായും തൻ്റെ 30 വർഷത്തെ രഹസ്യ ജീവിതത്തെ ലളിതമായി അവതരിപ്പിക്കുവാനിടയായി തീർന്നു. അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള സാക്ഷ്യം ഒട്ടനവധി കിടപ്പുണ്ട്. മറ്റുള്ളവർ പറഞ്ഞ സാക്ഷ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ. മാർക്കോസ് സുവിശേഷകനും കൃത്യമായൊരു ദാസനായി അവതരിപ്പിക്കുവാനിടയായി തീർന്നു. ലൂക്കോസ് സുവിശേഷകനും കൃത്യമായി, ഈ അടുത്തുള്ള ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് പറയാം, ലൂക്കോസ് സുവിശേഷകനും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെ എഴുതി. ഏറ്റവും വ്യത്യസ്തമായ യോഹന്നാൻ എന്ന അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനകളെ അവതരിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യനായി അവതരിക്കപ്പെട്ട ആയിരുന്നവൻ പൂർണ്ണ മനുഷ്യൻ മാത്രമായിരുന്നില്ല, പൂർണ്ണ ദൈവമായിരുന്നു. അവൻ ദൈവപുത്രനായിരുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനിടയായിത്തീർന്നു. ചരിത്ര പുസ്തകങ്ങൾക്കകത്ത് പഠിക്കുമ്പോൾ യേശു ഒരു ചരിത്രകാരൻ എന്ന് രേഖപ്പെടുത്തിയ, ചരിത്ര പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയ ഒരുപാട് വാക്കുകൾ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നു. നമ്മുടെ ഈ വാക്കുകൾ, ഇതിനകത്ത് പോലും ചരിത്രരേഖകളുണ്ട്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി ഒരു ചരിത്രരേഖയാണ്. ആമേൻ. ഹല്ലേലൂയ. പല മലയാളി പ്രബോധകർ, ഹല്ലേലൂയ, അഥവാ ദൈവം ഇല്ല എന്ന് വാദിക്കുന്നവർ ആ കാലഘട്ടത്തിലുള്ള ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ AD എന്നും BC എന്നും തരംതിരിക്കപ്പെട്ടതുപോലും, സമയത്തിൻ്റെ അളവ് നിശ്ചയിക്കപ്പെട്ടതുപോലും യേശുവിൻ്റെ ജനനമെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ചരിത്രത്തിനകത്ത് സമയത്തിൻ്റെ വേർതിരിവുകളെ, ചന്ദ്രമാനക്കണക്ക് അറിയാവുന്നതാണ്. ചന്ദ്രമാനക്കണക്ക് എന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തിലെ ക്ലോക്ക് സമയമാണ്. സൂര്യൻ്റെ ഒരു ദിവസത്തെ കണക്ക് അവതരിപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിൽ, അല്ലെങ്കിൽ ADക്കകത്ത് കണക്ക്, ആ കലണ്ടർ എന്ന് പറയുന്നത്. ആ കലണ്ടറും പഴയ നിയമ കലണ്ടറും വ്യത്യാസമുണ്ട്, യഹൂദ കലണ്ടർ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഈ കലണ്ടറുകളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത് ഒരു നാഥന്റെ ജനനമാണ്. അത് യേശുക്രിസ്തുവിനെ ചരിത്രത്തിനകത്ത് ദൈവം അവതരിപ്പിച്ചതാണ്. അവനൊരു ചരിത്ര പുരുഷനായിരുന്നു. അവൻ ചരിത്ര പുരുഷനായിട്ട് അവതരിക്കപ്പെട്ടവനല്ല, അവൻ ലോകത്തിന്റെ രക്ഷകനായിരുന്നു. യോഹന്നാൻ, ഹല്ലേലൂയ, വെളിച്ചത്തിന് ദൂത് പറഞ്ഞു, വെളിച്ചത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചു പറഞ്ഞു. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഇന്ന് പകലും ആരെങ്കിലും പാപമെന്ന കോപത്തിനകത്തോ പാപമെന്ന ശാപത്തിനകത്തോ കിടക്കുന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകനുണ്ട്. അവന്റെ പേര് യേശുവെന്നാണ്. സ്വർഗത്തിന് കീഴിൽ ഭൂമിയുടെ താഴെ ആ നാമമല്ലാതെ മറ്റൊരു നാമം. സന്തോഷമുള്ള ഒരു കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. മറ്റൊന്നിലും രക്ഷയില്ല, മറ്റൊരുവരിലും രക്ഷയില്ല. യേശുക്രിസ്തുവിൽ മാത്രം രക്ഷ നിലനിൽക്കുകയാണ്. അവനാണ് നമ്മുടെ രക്ഷാനാഥൻ, അവനാണ് നമ്മുടെ രക്ഷാ കേന്ദ്രം. അവനിലാണ് രക്ഷയുടെ ശക്തി കേന്ദ്രമായിരിക്കുന്നു. അവൻ ഭൂമിയിലേക്ക് വന്നെന്നുള്ളതല്ല, അവൻ നിങ്ങളിലേക്ക് വന്നു. അവന്റെ സാക്ഷ്യം നിങ്ങളിൽ നിറവേറേണ്ടതിനായി അവൻ പറഞ്ഞതും ചെയ്തതും നിങ്ങളിൽ ആവർത്തിച്ച് നിങ്ങളിൽ തുടങ്ങേണ്ടതിനായി, അവൻ ചെയ്തതിൻ്റെ യഥാർത്ഥ സത്യം നിന്നിൽ വെളിപ്പെടുത്തേണ്ടതിനായി യേശു ആത്മാവായി, ജീവിപ്പിക്കുന്ന ആത്മാവായി നിങ്ങളുടെ അകത്ത് വന്നു. ഏതെങ്കിലും ഭാഗങ്ങൾക്കകത്ത് ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് ഉറച്ചു പ്രഖ്യാപിക്കണം, എൻ്റെ അകത്തിരിക്കുന്നത് ഹല്ലേലൂയ ജീവിപ്പിക്കുന്ന ആത്മാവാണ്.
ഏതെങ്കിലും കാലിനകത്ത് ഏതെങ്കിലും ഒരു കാലിനകത്തോ ഏതെങ്കിലും കയ്യിലോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, മനസ്സിലോ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ കയറി വരുന്ന ആകുലതയെ താലോലിക്കാതെ വണ്ണം വിളിച്ചു പറയണം, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ ഒരു ജീവിപ്പിക്കുന്ന ആത്മാവുണ്ട്. അങ്ങനെ ആത്മാവിന്റെ സഹായത്തെ തേടുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആകുലത ഒരു വെപ്പണാണ്, ശങ്ക ഒരു വെപ്പണാണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സിന്റെ സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ട് നിന്നെ കാർന്ന് തിന്നുവാൻ സാത്താൻ എഴുതി വിടുന്ന അമ്പ് പോലെ ആ ആശങ്ക നിന്റെ മനസ്സിനെ കയറി പിടിക്കുമ്പോൾ നിന്റെ അകത്ത് ദൈവവചനം ഉണ്ടായിരിക്കണം. ആ ദൈവവചനത്തെ ആത്മാവിന്റെ ശക്തിയോടെ, ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശക്തിയോടെ, യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയണം. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ആശങ്ക നിന്റെ മനസ്സിനകത്ത് ഹല്ലേലൂയ കയറേണ്ട കാര്യമില്ല. നീ ദൈവാത്മാവിനല്ല നിലനിൽക്കുന്നത്. നിന്റെ ഫൗണ്ടേഷൻ ദൈവാത്മാവാണ്. നിന്റെ ഫൗണ്ടേഷൻ മണ്ണല്ല. ഹല്ലേലൂയ. കാറ്റടിക്കുമ്പോൾ ഇല്ലാതാകാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടവനല്ല നീ. ഹല്ലേലൂയ. ദൈവാത്മാവിൽ പുനർസൃഷ്ടിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏദന്റെ അകത്തുനിന്ന് പുറത്തു വന്നവൻ മണ്ണുകൊണ്ടുള്ളവനായിപ്പോയി. ആത്മാവ് കൊണ്ടുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനായിപ്പോയി. മണ്ണുകൊണ്ടുള്ളവൻ തീർന്നു പോകുമെന്ന വചനം കൃത്യമാണ്. പക്ഷേ നീ മണ്ണുകൊണ്ടുള്ളവനല്ല, വിണ്ണിൽ നിന്ന് വന്നവനാണ്. കൊരിന്ത്യർ ലേഖനം വിളിച്ചു പറയുന്നു, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരുമാകും. അല്ലെങ്കിൽ പ്രാകൃതൻ, ജഡീയൻ, ആത്മീയൻ എന്ന വ്യത്യസ്ത രീതിയിൽ തരംതിരിക്കുമ്പോൾ വേറൊരു ക്വാളിറ്റി കൊരിന്ത്യർ ലേഖനത്തിൽ വെളിപ്പെടുന്നു. അത് സ്വർഗീയനാണ്. അവൻ എന്താണ്? സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട ആത്മാവിനെ നിലനിൽക്കുന്നവനാണ്. ഇന്ന് രാവിലെ നിന്റെ ഫൗണ്ടേഷൻ മണ്ണല്ല, നിന്റെ ഫൗണ്ടേഷൻ ആത്മാവാണ്. അതുകൊണ്ട് നീ തളരത്തില്ല, തകരത്തില്ല, തളർന്നു പോകത്തില്ല. നിന്റെ അകത്ത് വാഴുന്ന ആത്മാവ് നിന്നെ ജീവിപ്പിച്ചിരിക്കും. ആരോഗ്യത്തിൽ നിന്നല്ല, അഭിഷേകത്തിൽ നിന്ന് വ്യാപരിക്കണം ചിലത്. ഹല്ലേലൂയ. ഇന്ന് പകല് എന്നിൽ നിന്ന് കേൾക്കാനല്ല, ആത്മാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മാനസിക തലങ്ങളെയോ ഭൗതിക തലങ്ങളെ ഇളക്കാനല്ല പറയുന്നത്. നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ ത്രസിപ്പിക്കാൻ, ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരാൻ ജീവിപ്പിക്കുന്ന വചനം നിന്നെ തൊടട്ടെ. ഹല്ലേലൂയ. ഞാൻ വിണ്ണിൽ നിന്ന് വന്നവന്റെ ആത്മാവിനാലുള്ളതാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കുകൊണ്ട് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ആഭിചാരം കൊണ്ട് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ നോട്ടത്തിന് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ തകർന്നു പോയതിനെയൊക്കെ റീകോൾ ചെയ്യുക ഞാൻ. ഹല്ലേലൂയ. തിരിച്ചു വരട്ടെ. ഇന്നലെ നീ അതായിരുന്നെങ്കിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ റീകോൾ ചെയ്യുന്നു. തിരികെ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സമുദ്രത്തിൽ പോയതും ഹല്ലേലൂയ കടൽ എവിടെയാണോ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവിടെ നിന്ന് തിരിച്ചു പിടിക്കാൻ ആത്മാവിന് കഴിയും. ശിഷ്യൻ കടം മേടിച്ചത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഹല്ലേലൂയ. ആഞ്ഞാഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഹല്ലേലൂയ. പരിഹാരം പ്രവാചക ശിഷ്യൻ അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ലോജിക്ക് വെച്ച് ചിന്തിക്കരുത്. ഹല്ലേലൂയ. ബുദ്ധിയുടെ ലോജിക്ക് വെച്ച് ചിന്തിക്കരുത്. ഹല്ലേലൂയ. വിണ്ണിൽ നിന്ന് വന്നവന് ഇറങ്ങി തപ്പിയാൽ പോലും കിട്ടത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ആത്മാവിൽ നിന്നുള്ളവൻ ഹല്ലേലൂയ ഇന്ന് പകൽ പറയും അവന് പ്രത്യാശയുണ്ട്, അവൻ അതിനെ തിരികെ പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല, സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ കഴിയും. അതുകൊണ്ട് ജഡത്തിൽ നിൽക്കുന്നവനോട് ഈ കാലെന്ന് പറിച്ച് ആത്മനദിയിലേക്ക് ഇറക്കി നിർത്തിക്കൂ. മുട്ടോളവും അരയോളവും നീന്തിയിട്ടല്ലാത്തൊരു നദി നിന്റെ മുമ്പിലുള്ള ഒഴുകി കയറുമ്പോൾ വെറുതെ കയറി നിന്ന് ഒഴുകി തുടങ്ങിയാൽ മതി. ആത്മനദിയാൽ നിന്റെ ഉള്ളിൽ സകലത്തെ അവൻ വെളിപ്പെടുത്തും. എല്ലാ ഡ്രൈനെസ്സിനെ ഞാൻ ആത്മാവിൽ ശാസിക്കുന്നു. എല്ലാ മരുഭൂമിയെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ഇരുളുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത വരേണ്ടതാണ്, പക്ഷെ കയറി വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. നിഷ്ഫല പ്രവൃത്തി കയറി വരുമ്പോൾ അതിനെ താലോലിക്കാനല്ല കർത്താവ് പറയുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ആത്മാവ് ശാസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അടങ്ങുക, അനങ്ങാതിരിക്കുക, മാറി നിൽക്കുക എന്ന് പറയാനുള്ള അതോറിറ്റി ദൈവം നിന്റെ നാവിനകത്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു നീതിമാനായ അബ്രഹാമിനെ കണ്ടിട്ട്
ദൂതൻ മുഖാന്തരം അബ്രഹാമിനോട് ചോദിച്ചു, ഞാൻ സൊദോം ഗോമോറയെ നശിപ്പിക്കാൻ പോകുക. അവിടെ നിന്ന് ഹല്ലേലൂയ അവരുടേതായ വഷളത്വം ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. നീതിമാനായ അബ്രഹാമിന്റെ മുമ്പിൽ ദൂതന്മാർ ഇറങ്ങി വന്നു. നിനക്കൊരു നല്ല ദൂത്, നിനക്കൊരു മകനെ കുറിച്ചൊരു ദൂത് പറയുമ്പോൾ നിന്റെ സഹോദരനായ ലോത്ത് പാർക്കുന്ന ദേശത്തെ ഞാൻ നശിപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ അവൻ പ്രാർത്ഥിക്കുന്നില്ല, അവന്റെ വീട്ടുകാർ പ്രാർത്ഥിക്കുന്നില്ല, ഹല്ലേലൂയ ആരും ദൈവത്തെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നിന്റെ കൂടെ നടന്നതുകൊണ്ട്, ഇത് ആവർത്തിക്കുന്ന ദൂതല്ലേ, ഹല്ലേലൂയ ആവർത്തിക്കുന്ന ദൂതല്ലേ, നിന്റെ കൂടെ നടന്നതുകൊണ്ട് നിന്നോട് ചോദിക്കാതെ എനിക്ക് അവനോട് ചെയ്യാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൽ അബ്രഹാമുമായി ചെയ്ത ദൈവത്തിന്റെ ഉടമ്പടിയായിരുന്നു. ഹല്ലേലൂയ കൂടെ വന്നവരെല്ലാം പകുതി വെച്ച് നിന്നപ്പോൾ ഹാരാന് അപ്പുറത്തേക്ക് നടക്കാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ ഇറങ്ങിപ്പോന്ന അബ്രഹാമിന്റെ കൂടെ നടന്നെന്നൊരൊറ്റ ക്വാളിറ്റിയേ ഉള്ളൂ ലോത്തിന് പറയാനുള്ളൂ. ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിന്ന് പറയുക, നീ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ആ പട്ടണത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ ദൈവ അബ്രഹാമുമായിട്ടൊരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. ഹല്ലേലൂയ ഇത്രം കണക്കുകൾ അവതരിപ്പിക്കുന്നു. ഇത്രം നീതിമാന്മാരുണ്ടെങ്കിൽ ഹല്ലേലൂയ അവതരിപ്പിക്കപ്പെടുന്ന കണക്കുകൾ തെറ്റിക്കൊണ്ട് ഒരു നീതിമാനെ പോലും കണ്ടെത്താൻ കഴിയാതെ വണ്ണം ദൈവം ന്യായവിധിയുടെ ശബ്ദം ആ പട്ടണത്തിനകത്ത് അനുവദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഒരു കാര്യം പറയുക, നിന്റെ സഹോദരനെ അവിടെ നിന്ന് പറിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് പകല് ചിലരുടെ കുറ്റി പറയാൻ പോവുക. ന്യായവിധിയുടെ ദൂത് അവന്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് നീതിമാന്റെ പ്രാർത്ഥനയാൽ ചിലരുടെ കുടുംബത്തിനകത്ത് ദൈവിക സന്ദർശനം വെളിപ്പെടുന്നു. ചില പട്ടണങ്ങൾക്കകത്ത് നിൽക്കാൻ കഴിയാതെ പർവ്വതത്തിലേക്ക് ഉയരത്തിലേക്ക് ഓടിക്കയറാൻ വേണ്ടി വരികയാണ്. ഉണ്ടക്കയത്തിന്റെ കയത്തിനകത്ത് പെട്ടുപോയ ചിലരെ ഹല്ലേലൂയ ആത്മാവിന്റെ ഉയരങ്ങൾക്കകത്തേക്ക്, പ്രാർത്ഥനയുടെ ഉയരങ്ങൾക്കകത്തേക്ക് ഓടിച്ചു കയറ്റാൻ എത്ര പേര് ഇന്ന് പകൽ എൻ്റെ കൂടെ നിൽക്കും? ഈ ദൂതിനെ എത്ര പേര് സ്വീകരിക്കും? ഹല്ലേലൂയ ചിലരുടെ മുമ്പിൽ സാക്ഷ്യം വെളിപ്പെടാൻ പോവാ. ദൂത, കൃത്യം ദൂത. ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ സാക്ഷ്യം ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ രണ്ട് പ്രധാനപ്പെട്ട വേഷൻ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിലുണ്ട്. ഹല്ലേലൂയ ഒന്ന്, ഹല്ലേലൂയ നമുക്ക് ദേശത്ത് ക്രിസ്തു മുഖാന്തരം ലഭിക്കേണ്ട സാക്ഷ്യം. ആമേൻ. ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർ കണ്ടിട്ട് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് സാക്ഷ്യം. ഇത് പലർക്കും ഇല്ല, നഷ്ടപ്പെട്ട് കിടക്കുക. അത് ദൈവത്തിന് മുമ്പിൽ കുഴപ്പമല്ല. പക്ഷെ ഇന്ന് പകല് ചിലർക്കുള്ള നീതി ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു. മക്കൾക്കും മക്കളുടെ മക്കൾക്കും നീതി വെളിപ്പെട്ടിരിക്കും. ദൂത് വെളിപ്പെടുന്നു. മക്കൾക്കും ഹല്ലേലൂയ ദയയാൽ നീതി വെളിപ്പെട്ടിരിക്കും. ഞാൻ പറയുന്നു, നിന്റെ കുടുംബത്തിൽ ഹല്ലേലൂയ വന്നു കയറിയ ശാപത്തിന്റെയും ദൂഷ്യത്തിന്റെയും പേരുകള് യേശുവിന്റെ അധികാരമുള്ള നാമം, അത് മദ്യപാനശീലം കൊണ്ടാകട്ടെ, ഹല്ലേലൂയ പേരുദോഷം കൊണ്ടാകട്ടെ, ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ചില പേരുദോഷം കയറിയ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ ദൈവം വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. ഇന്ന് പകല് ദൈവഭാഗത്തേക്ക് തിരിയുക. ഹല്ലേലൂയ സാക്ഷ്യം ദൈവം നിനക്ക് നിന്റെ ദേശത്ത് തരാൻ പോവുകയാണ്. രോഗം കയറി, ഭാരം കയറി, വേദന കയറി, ദൈവത്തിന്റെ മക്കളായിരുന്നിട്ടും നീ അത് അനുഭവിച്ചതിന്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നവ പോലെ തല താഴ്ത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ അന്തരീക്ഷം മാറാൻ പോവുക. ആഴ്ച പിടിച്ചോണേ ഇന്ന് പകരം. ഹല്ലേലൂയ നിന്റെ കുടുംബം മാറാൻ പോവുകയാണോ? ഹല്ലേലൂയ നിന്റെ കുടുംബത്തിനകത്ത് സാത്താനെയോ മനുഷ്യനെ അല്ല അനുവദിക്കപ്പെടേണ്ടതിന് ദൈവശക്തി അനുവദിക്കപ്പെടണം. കോംപ്രമൈസ് ചെയ്യാത്തൊരു മനസ്സുണ്ടോ? ഹല്ലേലൂയ ദൈവം നിങ്ങളെ വീട്ടിൽ പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ മരിക്കാൻ തയ്യാറായ പ്രവാചകനാണ് ഏലിയാവ്. ഹല്ലേലൂയ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ തകർന്ന് തരിപ്പണമായി ഇനി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവശേഷിക്കാത്ത ജീവിതത്തെ ദൈവത്തിലേക്ക് കൈവിട്ട് ഒരു ചൂരച്ചെടിയുടെ താഴെ ഇനി എനിക്കൊരു ശുശ്രൂഷയില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഒരു അപ്പം കൊടുത്തു. മനുഷ്യന്റെ അപ്പമല്ല, സ്വർഗത്തിൽ നിന്നൊരു അപ്പം. ഹല്ലേലൂയ ആ അപ്പം ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ ആ സാക്ഷ്യം പറയുമ്പോൾ എനിക്കത് പറയാനുള്ള ജീവന്റെ അപ്പത്തെ കുറിച്ചാണ്. അത് ജീവന്റെ അപ്പമാണ്. സ്വർഗത്തിൽ നിന്നൊരു അപ്പം അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവനൊരു ദൂരയാത്രയ്ക്കുള്ള റീകോളിംഗ് ലഭിക്കുവാനിടയായിരുന്നു. ഐ പ്രൊഫസൈ in the name of Jesus. ചിലരുടെ മുമ്പിൽ യാത്രകൾ സുവിശേഷകരമായി സംഭവിക്കാൻ പറയാൻ പോവുക. എന്നെ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന വ്യക്തികളെ നോക്കി, ഇത് കഴിഞ്ഞ് സ്വീകരിക്കുന്ന വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു, നിന്റെ യാത്രകൾ തുടങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ ഒരു പരിധിക്കകത്ത് നിന്നെ ഒതുക്കിയതിനെ വിട്ട് നീ പുറത്തു വരാൻ പോകുന്നു.
വീടിന്റെ അന്തരീക്ഷങ്ങൾക്കകത്ത് അസാധാരണ ഡെലിവറൻസുകൾ സംഭവിക്കുന്നു. ഒരു പരിധിക്കപ്പുറത്തേക്ക് സമാധാനത്തെയോ ജീവിത വിജയത്തെ കാണാൻ കഴിയാതെ വേണം നിന്നെ ഒതുക്കിയ ഭീരുത്വത്തിന്റെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. ഏറ്റെടുത്തോണ്ട് പോകണം. ഹല്ലേലൂയ. നിന്റെ കൃഷിഭൂമിക്കകത്ത് വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. നിന്റെ നന്മകൾക്കകത്ത് വിടുതൽ അനുഭവിക്കും. നിന്റെ ജോലിക്കകത്ത് വിടുതൽ അനുഭവിക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് വിടുതൽ കാണും. ഹല്ലേലൂയ. നീ ഇട്ട പരിധി, നിന്റെ പരിധി ഇപ്പോൾ ദൈവം പൊളിക്കുന്നു. ഹല്ലേലൂയ. നീ ഇട്ട പരിധി യേശുവിന്റെ നാമത്തിൽ, നീ ഇട്ട പരിധി, നിന്റെ ചിന്തയ്ക്കകത്ത് വന്ന ആ പരിധി ഇപ്പോൾ ദൈവം പൊളിക്കുക. Because you are the son of God. നീ ദൈവത്തിന്റെ മകനാണ്. ആ ദൈവീയ പുത്രത്വം വഹിക്കുന്നവനാകൊണ്ട് പരിമിതികൾ പൊട്ടുന്നു. ഈ ദൂതിനെ അതിന്റെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിധികളെ പൊളിക്കുന്നെന്ന് പറയുന്നു. സാക്ഷ്യം എല്ലായിടത്തും വെളിപ്പെടും. നീ സാക്ഷ്യമാകും. You are the witness of God. Hallelujah. സാക്ഷിയാകുന്നത് അങ്ങനെയാണ്. സാക്ഷിയാകുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഒരു പ്രോമിസ് നൽകുന്നു. ആകയാൽ ശക്തി ലഭിച്ചിട്ട്, ആമേൻ, എത്ര പേര് കേൾക്കുന്നു? ശക്തി ലഭിച്ചിട്ട് വിറ്റ്നസ് ആകാനുള്ള അനുവാദം ലഭിക്കുന്നത് ഹല്ലേലൂയ ഒറ്റ രീതിയിലാണ്. ശക്തി വെളിപ്പെട്ടിട്ട്. ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ശക്തി ലഭിച്ചാൽ യു ആർ ഗോയിങ് ടു വിറ്റ്നസ്. നീ അവന്റെ സാക്ഷിയാകും. ഹല്ലേലൂയ. നീ അവന്റെ സാക്ഷിയാകും എന്ന് ചിലരെ നോക്കി പ്രവചിക്കുന്നു. നിന്നെ കേൾക്കുന്നവർ, നിന്നെ കാണുന്നവർ യേശുവിനെ കാണാൻ പോവുക. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ ഇതേ ദൂതൻ, ഇന്ന് രാവിലെ ഇതേ ദൂത് എൻ്റെ മേൽ കർത്താവ് ഇട്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ ക്വാളിറ്റി നീ നോക്കണ്ട. നിന്റെ ക്വാളിറ്റി യേശുവാണ്. നിന്റെ ക്വാളിറ്റി യേശുവാണ്. യു ആർ ഗോയിങ് ടു വിറ്റ്നസ്. നീ യേശുവിന്റെ സാക്ഷിയാകും. നീ നിൽക്കുന്നിടത്ത് അവൻ നിന്നെ സാക്ഷിയാക്കും. പത്രോസിനൊരു അനുഭവം പറയുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞൊരു അനുഭവം. യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ പിടിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർ ചിതറിപ്പോകും. ചിതറിപ്പോയ ശിഷ്യന്മാരിൽ ചിലർ മറഞ്ഞിരിക്കും. അതിലൊരുവനാണ്, അതിൽ നിന്നും മറഞ്ഞിരിക്കാൻ താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ പുറത്തു വന്നു, പത്രോസ്. ഹല്ലേലൂയ. അവരുടെ കൂടെ തുടരുന്നില്ല. ശിഷ്യന്മാർ 10 പേര് പോയവരുടെ കൂടെ പോകുന്നില്ല. 11ാമനായിട്ട് ഹല്ലേലൂയ പുറത്തു വന്നവനായി യേശുവിനെ പിൻഗമിക്കുന്നുണ്ട്. പക്ഷെ മറഞ്ഞ് ഇതൊരു ദൂതാകട്ടോ, മറഞ്ഞല്ല നീ യേശുവിനെ മറഞ്ഞല്ല യേശുവിനെ പിൻഗമിക്കേണ്ടത്. വെളിപ്പെടുത്തി യേശുവിനെ പിൻഗമിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ളതെന്ന് പുത്രനായ കർത്താവ് തന്നെ വിശേഷിപ്പിച്ചെഴുതിയ ഹല്ലേലൂയ ആ പത്രോസ് യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്നത് ഹല്ലേലൂയ മറഞ്ഞാണ്. ഹല്ലേലൂയ. പക്ഷെ അവസാനം പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പിടിക്കപ്പെട്ടു. അവൾ ചോദിച്ചു, നീയും അവനോട് കൂടെ ഉള്ളവനല്ലയോ? പരസ്യമായി യേശു കർത്താവിന് ഒറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. ആ നിമിഷം 3ാമത്തെ ഹല്ലേലൂയ ആ നാഴികയിൽ യേശു ക്രിസ്തുവിന്റെ പ്രവചനം പോലെ കോഴി കൂവുമ്പോൾ ഹല്ലേലൂയ 3ാമതായി യേശു ക്രിസ്തുവിനെ ഉയർത്തി തള്ളിപ്പറഞ്ഞവനായി നിൽക്കുന്നവൻ കുറ്റബോധത്തോടെ അവിടെ നിൽക്കാൻ കഴിയാതെ ഓടിമറയുന്നു. ഹല്ലേലൂയ. പക്ഷെ പോയി തിരിച്ചു പിടിച്ചു. ഉയർത്തെഴുന്നേറ്റ് യേശു തെരഞ്ഞു പിടിച്ചു പത്രോസിനെ. ഹല്ലേലൂയ. ഇന്ന് പകല് ഹല്ലേലൂയ ശക്തി കിട്ടിയ ദൈവമക്കൾ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ പോകും കർത്താവ്. ഹല്ലേലൂയ. തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. തിരഞ്ഞു പിടിച്ച് 40 ദിവസത്തോളം ഹല്ലേലൂയ അവരുടെ കൂടെ സഞ്ചരിച്ച് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ദൈവരാജ്യത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് തന്നെ വെളിപ്പെടുത്തി അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് 3.5 വർഷത്തെ അകത്ത് കയറാത്ത ദൂത്, ദൈവരാജ്യത്തിന്റെ ദൂത് അവരെ അകത്ത് കയറ്റി. അവസാനം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു കർത്താവ് ഇങ്ങനെ ഒരു ദൂത് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പ് പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഇന്ന് രാവിലെയും കാത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ ലൈഫിനെ ഒരു അടുത്ത ടേണിലേക്ക് തിരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കാത്തിരുന്നവരെ കുറിച്ച് ബൈബിൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ കാണാൻ, യേശുവിനെ കാണാൻ, യേശുവിന്റെ പ്രവൃത്തി കാണാൻ, ഹല്ലേലൂയ, യേശുവിനെ കാണാൻ മരത്തിൽ അങ്ങനെ കാത്തിരുന്നവർ ഒത്തിരി ഉണ്ട്. ആരെയും യേശു നിരാശപ്പെടുത്തിയിട്ടില്ല. കാത്തിരുന്നവരെല്ലാം വിറ്റ്നസ് ആയി. ഹല്ലേലൂയ. ഇന്ന് പകൽ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ പറയുന്നു, യു ആർ ഗോയിങ് ടു വിറ്റ്നസ്.
കാത്തിരുന്നവരോട് യേശു പറഞ്ഞതുപോലെ 40-ാമത്തെ ദിവസം 50-ാമത്തെ യേശു ക്രൂശിക്കപ്പെട്ട 50-ാമത്തെ ദിവസം, യേശു സ്വർഗാരോഹണം ചെയ്ത 40-ാമത്തെ ദിവസം, ഉത്സവങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്ത് പെരുന്നാൾ പുറത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനം കാത്തിരുന്നു. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, പെട്ടെന്ന് ചില വിടുതലുകൾ സംഭവിക്കും. Come on, hallelujah. Come on, come on, come on, hallelujah. നാളുകൾ കൊണ്ട് നടക്കുന്ന ഒരു ആചാര അനുഷ്ഠാന ഉത്സവമാണ് പെന്തക്കോസ്ത്. അത് നടപ്പിലാകുന്നത് ഹല്ലേലൂയ യെരൂശലേമിലെ ദേവാലയത്തിനകത്താണ്. പക്ഷേ ആ കൂട്ടത്തിൽ കയറാതെ യേശുവിൻ്റെ വാക്ക് കേട്ടിട്ട് കാത്തിരിക്കുന്ന ഒരു സമൂഹം മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഉണ്ടായിരുന്ന കുറവ് പരിഹരിച്ച് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളുടെ പ്രാധാന്യത. ഹല്ലേലൂയ, അതാണ് നടപ്പിലാകേണ്ടത്. പക്ഷേ ഉത്സവത്തിന് വന്നവരുടെ മുമ്പിൽ ഒരു വലിയ കാഴ്ച എന്ന രീതിയിൽ ഒരു കൊടിയ കാറ്റ് പോലെ പരിശുദ്ധാത്മാവിൻ്റെ നാവ് അഗ്നി നാവായി 120 പേർ പ്രത്യക്ഷപ്പെടുവാനിടയായിത്തീർന്നു. കാത്തിരുന്നവർ അവിടെ നിന്ന് എഴുന്നേറ്റ് വിറ്റ്നസ് ആകാൻ തുടങ്ങി. ആവർത്തിക്കട്ടെ, ഹല്ലേലൂയ. മുമ്പിലത്തെ അനുഭവം, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ ഓത്തിക്കൊടുത്തവൻ എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ പറയുക, നിങ്ങൾ ക്രൂശിച്ചവനും ഹല്ലേലൂയ നിങ്ങൾ കൊന്നവനുമായ അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ലഭിച്ചത് യോവേൽ പ്രവാചകൻ പ്രവചിച്ച ആ ഒരു ഉണർവിന്റെ സംഭവമാണ്. ഹല്ലേലൂയ. അതൊരു മുൻമഴയായിരുന്നെങ്കിൽ അടുത്ത പിന്മഴയുടെ സമയം ഹല്ലേലൂയ പല രാജ്യങ്ങളിലും സംഭവിച്ചു. ഹല്ലേലൂയ. ഇന്നത്തെ പ്രവാചകന്മാർ, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഒരുപോലെ പ്രവചിച്ചിട്ടിരിക്കുന്നു. ഒരു രാജ്യത്തെക്കുറിച്ചാണ്. അത് ആ രാജ്യം മറ്റൊരു രാജ്യമല്ല, അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. ഇന്ത്യയുടെ മേൽ ദൈവത്തിൻ്റെ ഉണർവിൻ്റെ ശക്തി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടത് ആഫ്രിക്കൻ മണ്ണിനകത്ത് ദൈവീയ ഉത്സവം അഭിഷേകമായി സംഭവിക്കുന്നതാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ഇന്ത്യയുടെ മേൽ സംഭവിക്കാൻ പോകുന്നതാണ്. ഒരു പ്രവാചകന്റെ ശക്തമായ രോദനം കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടു. ദൈവം പ്രവർത്തിക്കാൻ നേരെ നിൽക്കുന്നു. പക്ഷേ മതസിദ്ധാന്തങ്ങൾക്കകത്തേക്കും ആചാരങ്ങൾക്കകത്തേക്കും ഇവിടുത്തെ ദൈവത്തിൻ്റെ മക്കൾ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ റൂട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഒരാളുണ്ടോ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. റെയ്നാഡ് ബോംഗെ എന്ന് പറയുന്ന ഒരു അഭിഷിക്തനെ ഒറ്റയാളെ കൊണ്ട് ആ ദൈവീയ ശക്തി ആ പട്ടണങ്ങൾക്കകത്തും ഗ്രാമങ്ങൾക്കകത്തേക്ക് അയച്ചെങ്കിൽ ഇന്ന് പകരം ഇന്ത്യൻ മണ്ണിനെ ഉണർവിലേക്ക് നയിച്ചിരിക്കും. അതിനകത്ത് മുണ്ടക്കയം ഉണ്ടായിരിക്കും. അതിനകത്ത് ഉത്സവത്തിന്റെ കൊയ്ത്ത് ആ കാൻ ഹല്ലേലൂയ മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിലും ആ ഒരു കൊയ്ത്തുണ്ടായിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച ശക്തി വെളിപ്പെട്ടാൽ നീ വിറ്റ്നസ് ആയിത്തീരും. ആമേൻ. യേശുവിനെ സാക്ഷീകരിക്കാനുള്ള ക്വാളിറ്റി നിന്റെ പഠനമല്ല, നിന്റെ വായനയല്ല, നിന്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തിയാണ്. ഒരു തീരുമാനം എടുക്കാവോ? ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ളവരോട് യേശുവിനെ കൊടുക്കും. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം യേശുവാണ്. ഹല്ലേലൂയ. നിന്റെ നാവിന്റെ പിറകെ, നിങ്ങളുടെ നാവിന്റെ പിറകെ നീ ഇത് കൊടുക്കാൻ പറ്റുമോ? യേശു എന്ന് പറഞ്ഞാൽ മതി, യേശു എന്ന് പറഞ്ഞാൽ മതി. സാഹചര്യം ദൈവം തരും. എൻ്റെ ഒരുപാട് ആത്മീയ കുഞ്ഞുങ്ങൾ, അവരെല്ലാം സുവിശേഷകരാണ്. അവർ മറ്റാരോടല്ല, അവർ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, ടീച്ചേഴ്സിനോട് അവർക്കറിയാവുന്ന പോലെ യേശുവിനെ കൊടുക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്ന കാരണം അവരുടെ അകത്ത് വരുമ്പോൾ അവർ യേശുവിനെ കയറി പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. അവിടെ ഞങ്ങൾക്ക് വെള്ളമുണ്ട്, ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്ന വീട്ടുകാർക്ക് വെള്ളമില്ല. അവർ വേറെ വീട്ടിൽ പോയി കുളിക്കുന്നേ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം എൻ്റെ വൈഫ് അവരുടെ വീട്ടിൽ ചെന്നപ്പം സുനിതനെ നോക്കി പറഞ്ഞ്, സുനിത ഒന്ന് പ്രാർത്ഥിക്കണം, വീട്ടിൽ വെള്ളമില്ലാതായുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ അനുഭവിച്ചതാണ്. ഞങ്ങൾ കയ്യെ പിടിച്ച് പറയും, ഇന്ന് വൈകിട്ട് മഴ പെയ്യും. പ്രാർത്ഥിച്ചൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ, തെളിയിച്ചു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അവള് പ്രാർത്ഥിച്ചുകൊണ്ടോ പറഞ്ഞോണ്ടോ അല്ല, ചെയ്യാൻ പോകുന്ന കാര്യം ദൈവം നേരത്തെ നിന്നെ വിറ്റ്നസ് ആക്കുന്ന. അതൊരു ദൂതാകട്ടോ. ദൈവത്തിന്റെ പദ്ധതി നിന്നെയും കൂടെ ഭാഗമാക്കാൻ കൃത്യമായി നിന്നെ അവതരിപ്പിച്ചിരിക്കും. ചിലപ്പോൾ തൂങ്ങാൻ കയറെടുത്ത് നിൽക്കുന്നവന്റെ മുമ്പിൽ നിന്നെ ഒരു ദൂതനായ ദൈവം അവതരിപ്പിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ചാകാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവന്നിരിക്കും. റെഡിയാണോ യേശുവിനെ കൊടുക്കാൻ? വിറ്റ്നസ് ആകുക, വിറ്റ്നസ് ആക്കുക. ഇത് വേറൊരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം നിർത്തി. ഈ വിറ്റ്നസിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ ആമേൻ. അവിടെ നിൽക്കുന്നില്ല, കർത്താവ് എന്നെ അവിടെ വീണ്ടും കൊണ്ടുവരുന്നു. ഈ വർഷം അടുത്ത ഗ്രാമങ്ങളിലേക്ക് കർത്താവ് നമ്മൾ അയക്കാൻ പോവാണ്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കണം. ആവശ്യകത എന്തുവാണ്? നമ്മുടെ സാക്ഷ്യം പോരെ. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതിജീവനത്തിന്റെ പാതയിൽ ദൈവം അവന്റെ ജീവിതാനുഭവങ്ങൾ പകർത്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് സാക്ഷ്യങ്ങൾ. നമുക്ക് വേണ്ടി യേശു കർത്താവ് അനുഭവിച്ച, പ്രവർത്തിച്ച, പറഞ്ഞ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഈ ക്രിസ്തുവിന്റെ സാക്ഷ്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം 4 വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ക്രിസ്തുവിന്റെ സാക്ഷ്യം, ക്രിസ്തു, ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം. എന്തിനാ ഞാൻ ഈ ക്രിസ്തുവിന്റെ വചനം എന്നൊക്കെ പറയുന്നത്? അടുത്ത ആഴ്ചകളിൽ വരും അത്. അല്ല, ബൈബിളിൽ എന്ന് പറഞ്ഞപ്പോൾ അല്ല, അത് വേറിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ക്രിസ്തുവിന്റെ വചനം, ക്രൂശിന്റെ വചനം എന്നൊക്കെ പറഞ്ഞില്ലേ, വേറിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം. ഓക്കെ, 4 കാര്യങ്ങൾ. ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായിരുന്നാൽ മാത്രമേ ക്രിസ്തുവിൽ ഉറപ്പുണ്ടാവുള്ളൂ. ആമേൻ, ആമേൻ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ അറിഞ്ഞാലും അനുഭവിക്കുകയും അത് നിങ്ങളുടെ അകത്ത് ഉറക്കപ്പെടണം. ചിലര് സാക്ഷ്യം കേട്ടിട്ടേ ഉള്ളൂ, ഉറക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഉലഞ്ഞു പോകുന്നത്, വീണു പോകുന്നത്, വഴങ്ങിപ്പോകുന്നത്. പലയിടത്തിലും ഈ പുറകോട്ട് വലിയുന്നതിന്റെ പിന്നെ കാര്യം എന്നറിയോ? സാക്ഷ്യം ഉറപ്പല്ല. ആരുടെ സാക്ഷ്യം? ചില ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ ആകുലതയാണ് പ്രശ്നം. ഉപവസിക്കുമ്പോൾ 7 ദിവസം ഉപവാസം കഴിഞ്ഞ് അവിശ്വാസം പറയുന്നവരുടെ സാക്ഷിയില്ലാത്തതുകൊണ്ടാണ്. അവരുടെ സാക്ഷിയല്ല, അവർക്കുണ്ട്. അവരുടെ കടത്തിൽ നിന്ന് വിശ്വസിച്ച ദൈവത്തെക്കുറിച്ച് അവർക്കറിയാം. പിന്നെയും കടം വരുമ്പോഴും ആകുലത കയറി വരും. ആമേൻ. പിന്നെയും പ്രശ്നങ്ങൾ, രോഗം വരുമ്പോൾ ആകുലത കയറി വരും, അവിശ്വാസം കയറി പറയും. എന്താണ്? ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പല്ല. സോ വളരെ നെസസറി ആയിട്ട് സഭ അറിഞ്ഞിരിക്കേണ്ട, വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട, വിശുദ്ധന്മാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രാധാന്യതയുള്ളൊരു കാര്യമാണ്, നീ വിശ്വസിക്കുന്നവനാണോ അവന്റെ സാക്ഷ്യം നിന്റെ അകത്തുണ്ടായിരിക്കണം. പറഞ്ഞേ, സാക്ഷ്യം ഉണ്ടായിരിക്കണം. എച്ചാ സാക്ഷ്യം ഉണ്ടായിരിക്കണം. ആരുടെ സാക്ഷ്യം? ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ ക്വാളിറ്റി. നിങ്ങളുടെ സാക്ഷ്യം അല്ല നിങ്ങളുടെ ക്വാളിറ്റി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യതകൾ ഉണ്ടായിരിക്കാം, പക്ഷേ പൗലോസ് പറയുന്നു, എൻ്റെ യോഗ്യതയെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു ക്രിസ്തുവിനെ നേടേണ്ടതിന്. ന്യായപ്രമാണത്തിൽ എനിക്കുള്ള നീതി മുഴുവൻ ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഞാൻ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഹൂദന്മാരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പ്രസംഗം അവതരിപ്പിച്ച മനുഷ്യൻ പത്രോസായിരുന്നു. ജാതികളുടെ ഇടയിൽ പൗലോസായിരുന്നു. സത്യത്തിൽ തിരിച്ചാ വരണ്ട. ന്യായപ്രമാണത്തിന്റെ ഏടുകൾ ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് അച്ചടക്കമുള്ള ഏറ്റവും നല്ലൊരു പഠിതാവായി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ പൗലോസ് ന്യായപ്രമാണത്തിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റാത്ത രീതിയിൽ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ നിൽക്കുന്നു. ന്യായപ്രമാണം അറിയാത്ത, ഈ മതപുരോഹിതന്മാരെ കുറിച്ച് അറിയാത്ത മുക്കുവനായ, ഹല്ലേലൂയ, മീൻ പിടിച്ചിട്ടുള്ള, ഹല്ലേലൂയ, വല വീശിയിട്ടുള്ള, ഹല്ലേലൂയ, ചൂണ്ടയിട്ടിട്ടുള്ള മനുഷ്യനെ പിടിച്ച് ശാസ്ത്രിമാരുടെ മുമ്പിൽ, പരീശന്മാരുടെ മുമ്പിൽ നിർത്തിയിരിക്കുക. എന്താ? അവരുടെ ക്വാളിറ്റി അല്ല, ദൈവത്തിൽ നിന്ന് വെളിപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടലാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും യോഗ്യതയുണ്ടോ ആ സ്ഥാനത്ത് ദൈവം ആക്കത്തില്ല. അല്ലേ? ലൂക്കോസിന്റെ എഴുത്ത് മനസ്സിലാക്കാൻ പറ്റും. ലൂക്കോസ് ആരാണ്? ഐദ്യൻ. പുള്ളി എഴുതി വെച്ചു ദൈവത്താലുള്ള സൗഖ്യമാണ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും പഠിപ്പിച്ചത് എന്തുവാണ്? അപ്പനും അമ്മയും പഠിപ്പിച്ചത് മരുന്നുകൊണ്ട് സൗഖ്യമാക്കുന്നതിനെ കുറിച്ചാണ്. മരുന്നുകൊണ്ട് സൗഖ്യമാക്കാൻ ബുദ്ധി കൊണ്ട് പഠിച്ചവനെ ആത്മാവ് കൊണ്ട് സൗഖ്യമാക്കുന്ന കാര്യം എഴുതി വെച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് താലന്തുണ്ടെന്ന് പറഞ്ഞിരിക്കല്ല, അഭിഷേകം ഉണ്ടാകണം. എന്താണ് ഇതിന്റെ പ്രത്യേകത? കൊരിന്ത്യലേഖനം 1-ാം അധ്യായം പറയുന്നു, ബലഹീനനെ ദൈവം തെരഞ്ഞെടുത്തു. ബലവാനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനതയെ തെരഞ്ഞെടുത്തു. നിനക്ക് യോഗ്യതയില്ല എന്ന് നീ പറഞ്ഞു, അതാണ് നിന്റെ ക്വാളിറ്റി.
എന്താണ്? നിന്നിൽ നീ പ്രശംസിക്കപ്പെടാതിരിക്കേണ്ടതിന്, നിന്നിൽ അവൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് യോഗ്യതയില്ലാത്തവനായി ആ യോഗ്യനായ കർത്താവിനെ മാത്രം കൊണ്ടുകൊണ്ട് കയറിക്കോണം. ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, അല്ലെങ്കിൽ എന്തിനാണെങ്കിലും നിനക്ക് തന്ന യോഗ്യത ആത്മാവ് മുഖാന്തരമുള്ള യോഗ്യത മാത്രമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യോഗ്യതകളുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ശരീരം ഞാൻ ചപ്പും ചവറും എന്നെണ്ണുന്നു. ഹല്ലേലൂയ. എൻ്റെ യോഗ്യതകൾ മൊത്തവും ഞാൻ ചപ്പും ചവറും എണ്ണിട്ട് എൻ്റെ അകത്ത് ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. എൻ്റെ ഉദ്യമവും പോരാട്ടം എന്ന് പറഞ്ഞത് അതിൽ സാത്താൻ കയറി അടിക്കുന്നതെന്നല്ല, എൻ്റെ അധ്വാനം. ഹല്ലേലൂയ. എൻ്റെ അധ്വാനം മുഴുവൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ്. എന്തുവാ? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെ കൃത്യമായി അവതരിപ്പിക്കുവാൻ ഒരു ബലഹീനനെ ദൈവം തെരഞ്ഞെടുക്കും. ആമേൻ. ഹല്ലേലൂയ. ഇതിനെ അല്പം കൂടെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോകണം. പഴയ നിയമത്തിലേക്ക്. ഹല്ലേലൂയ. ഊനമില്ലാത്തൊരാടുണ്ടെങ്കിൽ അതിനെ അറുക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഊനമുള്ളതിനെയാണോ ഊനമില്ലാത്തതിനാണ് അറുക്കേണ്ടത്? ഊനം ഇല്ലാത്തവനെ അറുക്കണം, അല്ലേ? യാഗം കഴിക്കേണ്ടത് ആരെയാണ്? ആ കൂട്ടത്തിൽ ഊനമില്ലാത്തതിനെ യാഗം കഴിക്കണം. അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഊനമുള്ളതോ ഊനം ഇല്ലാത്തതോ ഒന്നും ദൈവം നോക്കുന്നില്ല. യോഗ്യത, ഊനം ഇല്ലാത്ത ജീവിപ്പിക്കുന്ന ആത്മാവായി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവാണ്. അവനാണ് നിന്റെ യോഗ്യത. യേശു ക്രിസ്തുവാണ് നിന്റെ യോഗ്യത. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മളിൽ സ്ഥിരമായി. പഴയ നിയമത്തില് ഒരു പ്രവചന വാക്കും പഴയ നിയമത്തിൽ 2 വാക്യങ്ങൾ, അത് പെട്ടെന്ന് പറയാം. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയ്ക്കകത്തു നിന്നാണ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, യഹോവേ എന്നിലെ അന്ധകാരത്തെ നീ പ്രകാശമാക്കും. കേട്ടിട്ടുണ്ടോ? 12ാം സങ്കീർത്തനത്തിലാണ് നീ എൻ്റെ ദീപത്തെ. ഇപ്പം അന്ന് ദീപം എന്നുള്ളത് എന്തായിരുന്നു? അന്ധകാരമായിപ്പോയി, അല്ലേ? സാത്താന്യ കരസ്പർശത്താൽ ഭൂമി മുഴുവൻ എന്തായി? ഇരുളായിപ്പോയി. അന്ധതയ്ക്കകത്തേക്ക് പോയി. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ വെളിച്ചമായി ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ചുള്ളൊരു പ്രവചനവാക്യ ആവർത്തിക്കുന്നില്ല. മലാഖിയുടെ പുസ്തകം ഇത് പറയണമെന്നുള്ള മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ആമേൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, ആരാണ് നിങ്ങൾ? വിശ്വസിക്കപ്പെട്ട നിങ്ങൾക്ക് ആ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വെളിപ്പെടും. നീതി സൂര്യൻ പാപമെന്ന രോഗത്തിന് വേണ്ടി ദൈവം ഇറക്കിയ ജീവനായ വെളിച്ചമായിരുന്നു നീതി സൂര്യനായ യേശു കർത്താവ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം തന്നെ വെളിപ്പെടുത്തുക. 1-ാമത്തെ 2-ാമത്തെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എങ്ങനെയാ നിന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്? സാക്ഷ്യം പറയേണ്ടത് ആരാണ്? നീ ഒറ്റയ്ക്കാണോ? നിന്നെ കുറിച്ച് ഹല്ലേലൂയ നീയാണോ സാക്ഷ്യം പറയേണ്ടത്? നീയാണോ സാക്ഷ്യം പറയുന്നത്? നിന്റെ സാക്ഷ്യം സത്യമല്ല, നീ ഭൂതമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. യേശു പറയുന്നു, നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ വലിയവനെന്ന് പറയുന്ന മോശ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 പേരുടെ സാക്ഷ്യം കൊണ്ട് ഒരു കാര്യം സത്യമെന്ന് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 പേരുടെ സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം മറ്റാരുമല്ല നൽകിയത്. ആ സാക്ഷ്യം 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ ഹല്ലേലൂയ കരയിൽ നിൽക്കുമ്പോൾ പിതാവായ ദൈവം വെളിപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. ദൈവപുത്രന്മാരായ നമുക്ക് വേണ്ട ഏറ്റവും വലിയ സാക്ഷ്യം, അവൻ ദൈവപുത്രനായിരുന്നു. അവൻ ദൈവപുത്രന്റെ ആത്മാവായിട്ട് എൻ്റെ അകത്ത് വന്നാലേ ഞാൻ ദൈവത്തിന്റെ മകനാകത്തുള്ളൂ. എന്തിന് യേശു ക്രിസ്തു ദൈവപുത്രനായി വന്നു? അവൻ ദൈവപുത്രനായിരുന്നു. അവന്റെ ദൈവപുത്രത്വത്തെ കുറിച്ച് പറയുന്നു. ഭൂമിയിൽ വന്നു എന്നുള്ളതല്ല, നിന്റെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ് നിന്റെ വിടുതൽ. നിന്റെ ഉള്ളിൽ വന്നത് കൊണ്ടാണ് നിങ്ങൾ ദൈവപുത്രന്മാരായ എന്ന് പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. മക്കളെങ്കിലോ അവകാശികളാണ്. സകല അവകാശത്തെയും പിടിച്ചു പറിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വാക്യമാണ് ഞാൻ ദൈവത്തിന്റെ മകനാന്നുള്ളത്.
ഹല്ലേലൂയ. വീട്ടിൽ കയറി ചെന്ന് പറയണം ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന്. ഹല്ലേലൂയ. അടുക്കളയിൽ പതുകിയിരുന്ന ഭൂതം അടുക്കള വഴി ഇറങ്ങി ഓടിക്കോളൂ. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പറയുന്നു, എവിടെയെങ്കിലും ഇരുട്ടിന്റെ അനുഭവങ്ങളായി കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് ശാസിക്കാൻ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ദൈവപുത്രന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ. ദൈവപുത്രന്റെ ആത്മാവ്, ദൈവപുത്രൻ എന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി. ഞാൻ ആ ഭാഗം ഒന്ന് വിടട്ടെ, ഞാൻ ആ പറഞ്ഞ പോയിന്റ് മാത്രം ഒന്ന്. യേശു പറയും 2 പേരുടെ സാക്ഷ്യം എനിക്കുണ്ട്. അല്ലെ 2 പേരുടെ സാക്ഷ്യം. ഒന്ന്, എന്നെ ഭൂമിയിൽ ഈ ഭാഗം ഒന്ന് കേട്ടോ, ഇത് കേട്ടോണ്ടി നിർത്താം. ഈ ഭൂമിയിൽ എന്നെ അവതരിപ്പിച്ച 2 പേരാണ്. ഹല്ലേലൂയ. ഞങ്ങൾ 3 പേരാണ്. അത് പിതാവാണ്, എന്നോട് പറ, പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. എന്നെ ഭൂമിയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഹല്ലേലൂയ പിതാവും പരിശുദ്ധാത്മാവും കൂടിയാണ്. ഭൂമിയിൽ അഡ്രസ് പുത്രൻ എന്ന രീതിയിൽ പിതാവ്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അവൻ ദൈവപുത്രനായിരുന്നു എന്ന് തെളിവ് നൽകുന്ന സാക്ഷ്യം പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. മനസ്സിലായിട്ടാണോ ആകാഞ്ഞിട്ടാണോ മിണ്ടായിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതിൽ ഭൂമിയിൽ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിവ് നൽകിയത് പിതാവായ ദൈവമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാ തെളിവ് നൽകുന്നത്. ആമേൻ. അതുകൊണ്ട് എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് എൻ്റെ പങ്കാളികളാകുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും സാക്ഷ്യമാണ്. ഇനി ഒരു പോയിന്റൂടെ ഞാനൊന്ന് പറഞ്ഞു നിർത്തട്ടെ. ഹല്ലേലൂയ. എനിക്ക് മറ്റൊരാളുടെ സാക്ഷ്യം കൂടെ കിട്ടും. എൻ്റെ ആത്മാവിനാൽ ഒരു കൂട്ടം സഭ, ഒരു കൂട്ടം ജനം പുറത്തു വരും. അവൻ എൻ്റെ വിറ്റ്നസ് ആകും. ഹല്ലേലൂയ. അവരെ കുറിച്ച് പൗലോസ് വിളിച്ചു പറയുന്നത്, നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉറപ്പായിരിക്കണം. നിങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാണെങ്കിൽ ക്രിസ്തുവിലുള്ള നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെടും. 7 പ്രസ്താവനകളാണ്. 7 പ്രസ്താവനകൾ അടുക്കടുക്കായി ഞാൻ വിളിച്ചു പറയുന്നു. 1, ഞാൻ ജീവന്റെ അപ്പമായിരുന്നു. 2, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. 3, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഞാൻ നല്ലിടയനാകുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ ഹല്ലേലൂയ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഇതായിരുന്നു യേശുക്രിസ്തു തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയ സാക്ഷി. മോശയോടുള്ള ദൂത്. ഒരു കൂട്ടം ജനം തെറ്റിദ്ധരിക്കപ്പെട്ട് 430 വർഷം അടിമത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിടുവിക്കേണ്ടതിനായി മോശ മുഖാന്തരമായി ദൈവം പുറത്തിറക്കുമ്പോൾ അവസാനം ദൈവത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് നടന്നവൻ തിരിഞ്ഞു നിന്ന് ചോദിക്കുക, ആര് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ്, ആരാണ് അയച്ചെന്ന് പറഞ്ഞ് പറയും. 430 വർഷമായി, 4 തലമുറകൾ പോയി, നിന്നെ അവർക്ക് അറിയത്തില്ല. ആരാ പറഞ്ഞു വിട്ടെന്ന് പറയും. മോശയോട് പറയാം, ഞാനാകുന്നവൻ. രാജ്യത്തിനെ വെളിപ്പെടുത്താൻ ദൈവം അപ്പോയിന്റ് ചെയ്തവനാണ് നീ. ഇളകാത്ത ഒരു രാജ്യം. സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇളകിപ്പോയ സാമ്രാജ്യങ്ങൾ എത്രത്തോളം പ്രബലമായിരുന്നു. ദൈവീയ അഭിഷക്തന്മാരുടെ മുമ്പിൽ വിരൽ ചൂണ്ടാൻ, അവരെ തീയിലിടാൻ കാരാഗൃഹത്തിൽ, സിംഹങ്ങളുടെ ഗുഹയിൽ, ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതയിൽ ഒരുപാട് പീഡനങ്ങൾക്കകത്തേക്ക് കൊണ്ടുപോയി. ഒരുപാട് പേരുയർത്തിപ്പറഞ്ഞ സാമ്രാജ്യം ക്രിസ്തു എന്ന കൈ തൊടാതെ പറന്നു വരുന്ന കല്ല് അത് വന്ന് തട്ടിയപ്പോൾ അതെല്ലാം തകർന്നു പോയി. ഇപ്പോൾ അവൻ്റെ രാജ്യം വെയിറ്റിംഗിലാണ്. യേശു പറയുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ആ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണവും പാനീയമല്ലാത്ത ദൈവരാജ്യത്തിൻ്റെ റൂളിൽ നിർമ്മിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ ശുശ്രൂഷകന്മാരായി നിങ്ങളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നിമിഷം സാക്ഷ്യപ്പെടുത്തുക, കർത്താവേ എനിക്ക് നിന്റെ വിറ്റ്നസ് ആകണം, നിന്റെ സാക്ഷി എൻ്റെ ഉള്ളിൽ ഉറപ്പാകണം, ക്രിസ്തു എൻ്റെ ഉള്ളിൽ. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിനകത്ത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനകത്ത് എനിക്ക് തന്നെ താനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തിൻ്റെ മേൽ ദൂത് അക്ഷരാർത്ഥത്തിൽ നിറവേറട്ടെ. ഇവരെ കാണുന്നവർ യേശുവിനെ കാണട്ടെ. ഇവർ കാണുന്നവർ യേശുവിനാൽ ആകർഷിക്കപ്പെടട്ടെ. ഇവർ യേശുക്രിസ്തുവിൻ്റെ നാവിൻ്റെ ശക്തി ഇവരുടെ മുമ്പിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ പ്രയാസപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ ദൂതിൻ്റെ നടുവിൽ അവർ വിടുതൽ പ്രാപിച്ചതിനായി സ്തോത്രം. സാധാരണമായ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ. എല്ലാ പിരിമുറുക്കങ്ങളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ രോഗങ്ങൾക്കും ശമനം സംഭവിക്കട്ടെ, എല്ലാ ബ്രേക്ക് ത്രൂവുകളും സംഭവിക്കട്ടെ. ഫിനാൻഷ്യലി അവർ ബ്രേക്ക് ത്രൂ ആകട്ടെ. ആത്മാവിൻ്റെ അതിരിട്ട അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകട്ടെ.
കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ